ഹലോ, എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഇലയടയാണ്. ഇലയട എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയും, പക്ഷെ നമ്മുടെ കണ്ണൂർ ഭാഷയിൽ പറയുന്നത് അങ്ങ് ചപ്പപ്പരത്തി എന്നാണ് പറയുന്നത്. നമ്മുടെ പുട്ടുപൊടിയില്ലേ, നല്ല നൈസായിട്ടുള്ള പുട്ടുപൊടിയും ചില ആൾക്കാരാണെങ്കിൽ വെല്ലം തേങ്ങ ഇട്ടിട്ടാണ് ആക്കുക, ചില ആൾക്കാർ പഞ്ചസാര ഇട്ടിട്ടാണ് ആക്കുക. ഞാൻ ഇന്ന് ആക്കാൻ പോകുന്നത് പഞ്ചസാരയും തേങ്ങയും ചേർത്തിട്ടാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നത്, നമുക്ക് ചായക്കൊക്കെ വൈകുന്നേരം 4 മണി പലഹാരം പോലെയൊക്കെ കഴിക്കാൻ പറ്റുന്നതാണ്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ അധികം പറയുന്നില്ല, അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. എന്നാൽ നമുക്കിനി നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് നമുക്ക് വാഴയിലയാണ് പൊട്ടിച്ചെടുക്കേണ്ടത്. ഇത് റോബസ്റ്റയുടെ വാഴയാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇലയാണ് പൊട്ടിക്കാൻ പോകുന്നത്. ഇല പൊട്ടിക്കുന്ന വീഡിയോ എടുക്കുന്നില്ല, ഞാൻ ജസ്റ്റ് വാഴയിലല്ലേ ആക്കുന്നത്. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് വെറുതെ എടുത്തതാണ്. ഇനിയിപ്പോൾ ഞാൻ പൊട്ടിച്ചു ഓൾറെഡി. ഇതിപ്പോൾ പുട്ടുപൊടിയാണ്, നല്ല നൈസ് പുട്ടുപൊടിയാണ്. പുട്ടുപൊടി എടുത്ത് നമ്മൾ അതിൻ്റെ അകത്ത് കുറച്ച് ഉപ്പും ഇട്ട ശേഷം കുറച്ച് വെള്ളവും ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കണം. നന്നായിട്ട് കുഴക്കുക. വെള്ളം ആദ്യമേ ഒരുപാട് ചേർക്കാൻ പാടില്ല, കുറച്ച് ചേർത്ത ശേഷം നമ്മളിങ്ങനെ കുഴച്ചെടുക്കുക. ആവശ്യത്തിനനുസരിച്ചിട്ട് കുഴച്ചെടുക്കണം. ഞാൻ ലാസ്റ്റ് ഞാനിപ്പോൾ ഇതിൻ്റെ അകത്ത് കാണുന്ന പാകത്തിനാണ് ആവേണ്ടത്. അതാണ് കറക്റ്റ് പാകം. ഇതുപോലെ ഇങ്ങനെ കുഴഞ്ഞ് വരണം. ഇത് കറക്റ്റ് പാകമാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി ഇല നല്ല വൃത്തിയിൽ കഴുകി 4 കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അതിൻ്റെ അകത്തേക്ക് ഒരു ഉരുളയെടുത്ത് ഉരുള പോലെ ഒരു ബോൾ പോലെ ആക്കിയ ശേഷം നമ്മൾ ഇലയിൽ വെച്ചിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ പരത്തണം. നമ്മൾ കുറച്ച് എത്ര ലെങ്ത്ത് വേണോ അത് നിങ്ങളുടെ ഇഷ്ടമാണ്. നല്ലവണ്ണം പരത്തണം, അല്ല ചെറുതായിട്ടാണ് വേണ്ടതെങ്കിൽ ചെറുതായിട്ട്, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഇതുപോലെ നന്നായിട്ട് പരത്തുക. നമ്മളിതിൻ്റെ അകത്ത് തേങ്ങയും പഞ്ചസാരയാണ് ചേർക്കുന്നത്. അപ്പോൾ തേങ്ങയും പഞ്ചസാര ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കലാണ്. പക്ഷേ നമ്മൾ ആദ്യം നമുക്കെല്ലാം പരത്തി വെച്ച ശേഷം ഒരുമിച്ചിടാം. ഒന്ന് പരത്തി, അതുപോലെ തന്നെ രണ്ടാമത്തേത് അതുപോലെ തന്നെ എടുത്ത ശേഷം ഒരു ചെറിയ ബോൾ പോലെ എടുത്ത ശേഷം ആ ഇലയിൽ വെച്ച് ഇങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ നന്നായിട്ട് പ്രസ് ചെയ്യുക. എന്നിട്ടിങ്ങനെ പരത്തുക. ഞാൻ മൊത്തത്തിലൊരു 4 എണ്ണത്തിൻ്റെതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ബാക്കി 2 എണ്ണം കൂടി നമുക്ക് പരത്തിയ ശേഷം ഞാനതുപോലെ പരത്തി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ അകത്തേക്ക് തേങ്ങയും പഞ്ചസാരയും ഇട്ട് കൊടുക്കലാണ്. ഞാൻ ഇത്ര തേങ്ങ എടുത്തിട്ടുണ്ട്, പഞ്ചസാരയും ചേർത്തു. 4 എണ്ണത്തിൻ്റെ കറക്റ്റായിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് തേങ്ങയും പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. ആദ്യമായിട്ട് നമ്മളിത് കുറച്ച് തേങ്ങ അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക. എല്ലാ സൈഡിലും ആവുന്ന പാകത്തിനൊന്ന് ജസ്റ്റ് ഇങ്ങനെ ഇട്ട് കൊടുത്ത ശേഷം കുറച്ച് പഞ്ചസാരയും കൂടി ചേർക്കുക അതിലേക്ക്. ചില ആൾക്കാർ തേങ്ങയും വെല്ലവുമാണ് ചേർക്കുന്നത്, അപ്പോൾ ബ്രൗൺ കളറായിരിക്കും ഉണ്ടാവുക. ഇപ്പം പഞ്ചസാരയാണ് ഞാൻ ചേർക്കുന്നത്. പഞ്ചസാര അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തു. അതിന് ശേഷം ഇതുപോലെ ഇല വെച്ചിട്ട് അതിന് കവർ ചെയ്യുക. ഇനി അടുത്തതിലും നമ്മളിതുപോലെ തന്നെ കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തു, അതിൻ്റെ മുകളിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തു. അതിനുശേഷം ഇല വെച്ചിട്ട് നമ്മൾ അതിനെ ഫില്ല് ചെയ്യുക. അതാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മളെല്ലാം ചെയ്തു. പിന്നെ നമ്മൾ ഇന്നലെ നമ്മൾ ചിരട്ടപ്പുട്ടാക്കില്ല, അതുപോലെ തന്നെ ഇഡലി പാത്രത്തിലാണ് ഞാൻ ആക്കുന്നത്. ആ ഇഡലി പാത്രത്തിൻ്റെ അകത്ത് ഇതുപോലെ ഇങ്ങനെ ഹോൾസുള്ള ഒരു പാത്രം വയ്ക്കുക. അതിൻ്റെ അകത്തേക്കാണ് നമ്മൾ വെച്ച് കൊടുക്കേണ്ടത്. അടുപ്പിലാണ് ഞാൻ വയ്ക്കുന്നത്, കാരണം നല്ലവണ്ണം കത്തിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആയി കിട്ടും. അപ്പോൾ ഞാനിത് അടുപ്പിൽ വയ്ക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഞാൻ അടുപ്പത്ത് വെച്ചു. ഇനി ഒരു 15 മിനിറ്റ് നല്ലവണ്ണം കത്തണം. കുറച്ചേ കത്തുന്നുള്ളൂവെങ്കിൽ ഒരു 20 മിനിറ്റ്. ഇപ്പം നല്ലവണ്ണം കത്തിയ ഒരു 15 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ആവി വരും. നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു പലഹാരമാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്കിനി ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഏകദേശം ഇപ്പോൾ 15 മിനിറ്റ് ആയി. നല്ലവണ്ണം കത്തിയോണ്ട് ഞാൻ 15 മിനിറ്റ് കൊണ്ട് തന്നെ ഓപ്പൺ ചെയ്യാൻ പോവാണ്. നമുക്കിനി മെല്ലെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. വെന്തോ ഇല്ലയോ എന്ന് മനസ്സിലാവും. ഓപ്പൺ ചെയ്യാണ്. കുറച്ച് പാറുണ്ട്, കുറച്ച് പഴയ പാത്രമാണ്, അതുകൊണ്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി ഇതിനെ മാറ്റി വയ്ക്കുകയാണ്. നമുക്കിനി ഇതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റുക. നല്ല ചൂടുണ്ട്.
അങ്ങനെ നമ്മൾ ഇനി ഇതിനെ ഒരു നല്ലൊരു പാത്രത്തിലേക്ക് ആദ്യം മാറ്റാം. ഇത് കഴിക്കുന്നുണ്ടെങ്കിൽ ചൂടോടെ തന്നെ കഴിക്കണം. നമ്മൾ നല്ലവണ്ണം തണുത്ത ശേഷം കഴിക്കാമെന്ന് വെച്ചാൽ ആ ടേസ്റ്റ് കിട്ടില്ല. നല്ല ചൂടോടെ നമുക്ക് ചായക്കൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു പലഹാരം. ഇനിയിപ്പോൾ രാവിലത്തെ പലഹാരമായിട്ട് വേണമെങ്കിൽ നമുക്കിതിനെ കഴിക്കാം. പക്ഷേ കൂടുതലും നല്ലത് നമ്മുടെ വൈകുന്നേരത്തെ ആ ചായക്ക് കഴിക്കുന്നതാണ് നല്ലത്. ഇതാ നല്ല ചൂടോടെ തന്നെ കഴിക്കാം. ഞാൻ അങ്ങനെ ഇതാ എല്ലാം ആ പ്ലേറ്റിലേക്ക് വെച്ചു. ഞാനിനി ഇതിൻ്റെ ഫോട്ടോ എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പാത്രത്തിലേക്ക് വെച്ചത്. ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, നല്ല ഇതിപ്പോൾ വെല്ല ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ല ബ്രൗൺ കളറായിരിക്കും ഉണ്ടാവും. ഇത് പഞ്ചസാര ആയതുകൊണ്ടാണ്. നമുക്കിനി ഇതിനെ പാത്രത്തിലേക്ക് തന്നെ ഇട്ടിട്ട് കാണിച്ചു തരാം നിങ്ങൾക്ക്. രണ്ട് സൈഡും നല്ലവണ്ണം ആയിട്ടുണ്ട്. നല്ല ചൂടോടെ കഴിക്കാൻ പറ്റിയ ഒരു പലഹാരമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. അങ്ങനെ നല്ല സ്വാദിഷ്ടമായ നമ്മുടെ ചപ്പ് പരത്തി ഇലയുടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബായ്.